ഗുരുസ്ഥാനത്ത് ആരെയാണ് കാണുന്നത് മനസ്സിൽ? സംശയമില്ലാത്ത കാര്യമല്ലേ പത്മനാഭൻ സാറിന്? തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. ഒരുപാട് പേരോട് ഞാനത് പറയും. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറയാറുണ്ട്. അപ്പം നമ്മൾ ഒരു സിനിമയെ കാണുമ്പം, ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സാറിന് മോശം ഉണ്ടാവില്ല എന്നാണ്. സാറിൻ്റെ ശിഷ്യനാന്ന് പറഞ്ഞിട്ട് സാറിന് നാണക്കേടുണ്ടാകുന്ന തരത്തിൽ ഒരു സിനിമ, അല്ലെങ്കിൽ ഞാനങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഗുരുവിന് ദോഷം ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പത്മരാജനെ പോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരാൾ പറയാൻ പാടില്ല എന്നുള്ളത്. സാറിന് ഒരു മോശം പേരുണ്ടാകരുതെന്നാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന എൻ്റെ കാഴ്ചയെന്ന് പറയുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ഞാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള മാനസിക ബന്ധങ്ങൾ വലിയതാണ്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ലേ ഞാൻ പുള്ളിയോടോട് ചെല്ലുന്നത്. 23 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെല്ലുന്നത്. അതിനു മുമ്പ് ഞാനും സാറും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്, അപ്പം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന സമയമായതുകൊണ്ട് ഇതായുടെ വരെയും വാടകയ്ക്കൊരു ഹൃദയ നക്ഷത്രങ്ങളെ കാവലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കാലത്ത്. പിന്നീട് നമ്മൾ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽമാൻ, ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള, പിന്നെ അതിനു മുമ്പ് തകര മറ്റ് ഉള്ള എഴുത്തുകൾ. അപ്പം കൂടവിടെ എന്നൊരു സിനിമയ്ക്ക് ശേഷം, അപ്പോൾ കൂടവിടെ വളരെ കൊമേഴ്സ്യലി ഭയങ്കര ഹിറ്റായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ രീതികളിൽ നിന്ന് കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ട്രാക്കിൽ ഇവിടെ വന്നു ഒരു സിനിമയുടെയാണ്. അപ്പോൾ അന്നത്തെ കുറുവസ്വാവയം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ബാല്യത്തിന് അത് അത്ര സമ്മതിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈകേയി എന്നൊരു സിനിമ IV ശശിക്ക് വേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമ കാണാൻ ചാനശ്ശേരി അപ്സര തിയേറ്ററിൽ എനിക്ക് പോകുന്ന സമയത്താണ് ചാനശ്ശേരി ബസ് സ്റ്റാൻഡിൽ വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. അപ്പം ഞങ്ങൾ 1-2 ചെറുപ്പക്കാർ ചെന്ന് അദ്ദേഹത്തിനെ ഭയങ്കരമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ നിങ്ങളെ പോലെ ഒരു ഫിലിം മേക്കറൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഇങ്ങനെ ആ സമയത്തെ ഒരു ബുദ്ധിജീവി ജാടയിലുള്ള കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നീടാണ് 86 ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. ആ സമയത്ത് ഉടനെ അല്ലെങ്കിലും കുറച്ച് പഴക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാനിങ്ങനെ ചാനശ്ശേരി വെച്ച് സാറിനെ കണ്ട് കുറേ ചീത്ത വിളിച്ചു. അത് നീ ആയിരുന്നു എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളിക്ക് അത് ഓർത്തിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു സീരിയസ് ഫിലിം മേക്കറിൽ നിന്ന് ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്കുള്ളൊരു മാറ്റത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഒരുപാട് നമുക്ക് ഈ എന്താ പറയുക, വായിക്കാൻ പറ്റുന്നുള്ള ആ സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 7 സിനിമ, എനിക്കൊന്നും അത്രയും ആരുടെ കൂടെ ചെയ്തിട്ടില്ലെന്ന്, 7 സിനിമ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും എനിക്ക് ഒരിടത്തൊരു ഫയൽമാനാണ് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ കൂടെ ഞാൻ വർക്ക് ചെയ്തത് നമുക്ക് വറക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, മൂന്നാം പക്കം, അപരൻ, തൂവാനത്തുമ്പികൾ, സീസൺ, ഇന്നലെ, അങ്ങനെ 7 സിനിമയാണ്. ഈ ആവശ്യത്തിലധികം ഹൈപ്പിൽ പോയൊരു സിനിമയാണ് തൂവാനത്തുമ്പികൾ എന്ന് ഇപ്പോൾ ഒരു റീഡിംഗ് ഉണ്ട്. 90s വളരെയധികം ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണത്. പിന്നീട് പക്ഷെ ഇപ്പോൾ അതിനെ വേറെ രീതിയിൽ കാണുകയും അത് കുറച്ചൊരു ഓവർട്ട്ലി ഹൈപ്ഡ് ആയിരുന്നു എന്നുള്ളൊരു റീഡിംഗ് ഇപ്പോൾ ഉണ്ട്. അല്ല, ഈ ഉദകപ്പോള എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ അകത്തെ ഒരു ചെറിയൊരു സൈഡ് ക്യാരക്ടറാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഞാൻ ഇതിനെ കൂടെ നിൽക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്.
ഒരു ഞാൻ അന്നൊന്നും ആരും ചോദിക്കുന്നില്ല പുസ്തകത്തിൽ ഇത് അങ്ങനെ തന്നെയല്ലല്ലോ സിനിമ എന്നൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇതൊരു ഫിലിം മേക്കറിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കുറേ കാര്യങ്ങളാണുള്ളത്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഇത് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാറിൻ്റെ ഒരുപാട് ഇപ്പം കൂടവിടെ തൊട്ട് ഇല്ലിക്കാടുകൾ പൂത്തപ്പോൾ എന്ന് പറഞ്ഞ ഇത് ഒരു വാസന്തിയുടെ ഒരു കഥയിൽ നിന്നാണ്. മറ്റേ സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്ക എന്ന് പറഞ്ഞ കഥയിൽ നിന്നാണ് നമുക്ക് ഓർക്കാൻ പറ്റുന്നത്. അപ്പം ഈ തൂവാനത്തുമ്പികൾ അക്കാലത്ത് എനിക്ക് തോന്നുന്നില്ല അന്ന് അതൊരു ഹിറ്റ് സിനിമയായിരുന്നില്ല. അത്രയധികം ആവറേജായിട്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ട് പോയ ഒരു സിനിമയും കൂടിയായിരുന്നു. പിന്നീടാണ് ആ സിനിമയും ക്ലാരയും ഒക്കെ മഴയും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ തന്നെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ മഴയൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിടിച്ച ഭ്രാന്താണോ എന്ന് തോന്നും. ഞാനും അങ്ങനെയല്ല, ഒരു നമ്മുടെ ചുറ്റുപാടുകളെ കോർക്കുക എന്ന് പറയുന്നതാണ് ഒരു ഒരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് എനിക്ക് ഞാൻ അവകാശപ്പെട്ട് പറയുന്നതല്ല. ഇപ്പം ഒരു ബട്ടർഫ്ലൈ വരുന്നു, ഇങ്ങനെ ഓരോ ഇപ്പം ഈ ഒരു ആട് മറ്റാടുകളെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ടൊരു ചില ആത്മീയ തലങ്ങളുണ്ടല്ലോ ചുറ്റുപാടുകളുടെ, അത് ഭയങ്കരമായി സാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ക്ലാരയെക്കുറിച്ച് ഓർക്കുമ്പോൾ മഴയുണ്ടാകുന്നു എന്ന് പറയുന്നത് അതെനിക്ക് ഞാൻ പ്രണയം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അറിയാതെ തോന്നും, അയ്യോ ഇങ്ങനെ നമ്മൾ അതായത് ഇവർ അച്യുതമേനോനും ഗ്രേസും കൂടെ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് കാണുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുന്നു, അവർ മഴയെക്കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഈ പ്രകൃതിയെ നന്നായിട്ട് ഉപയോഗിച്ച ഒരു സിനിമ കൂടെയാണ് ഇത്. അപ്പം പലപ്പോഴും എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ കാലത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അതിനെ ഏത് രീതിയിലൊക്കെ കാണുന്നു എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹം പോലും ചിന്തിക്കാതെ ചെയ്തിട്ടുള്ളതാവാം. അപരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമിൻ്റെ ആദ്യ സിനിമ, അപ്പം ജയറാമിനെ എൻ്റെ അപായപ്പെടുത്തുവാനായിട്ട് നടക്കുന്ന ഒരു ആളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പുതിയ ഒരാളെ അന്വേഷിച്ച് ഹരിപ്പോത്തൻ സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ സാറ്. അപ്പം അത് ആളെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അന്ന് എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇവിടെയൊക്കെ മാത്രം ഇങ്ങനെ ഉശാന്താടി മാത്രമായിട്ട് മീശ അധികം ഇല്ലാത്ത അങ്ങനത്തെ ഒരു രൂപമാണുള്ള കുറച്ച് ഇതാണ്. അപ്പം ഇവർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹരി സാറ് പത്മനാഭൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ണിട്ട് കാണിക്കുന്നുണ്ട് എന്നെ. അപ്പം എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അപ്പം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ആ ക്യാരക്ടർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം മലയാള സിനിമയിൽ പത്മരാജൻ ഒരാളുടെ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് വീഴാത്തത്? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, സാർ വേണ്ട, എന്താ അല്ല അതൊരു ഞാനിതിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം എനിക്കിപ്പോൾ അതിശയം തോന്നിട്ടോ അന്ന് എനിക്ക് അത്രയൊക്കെ പറയാനുള്ള എന്നുവെച്ചാൽ ഇതാണ് എൻ്റെ ഫോക്കസ് എന്ന് മനസ്സിലായി. ചിലപ്പോൾ ഞാനിത് പിന്നീട് ഞാൻ വേറെ ആളുടെ പേര് പറയുന്നില്ല, അയാൾ ക്യാമറാമാനായിട്ട് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയ ഒരാളാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. പക്ഷേ പിന്നീട് പുള്ളി ഭരതേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുകയും പിന്നെ നടനായി മാറുകയും ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ, നിങ്ങൾ ഭയങ്കര മണ്ടത്തരമല്ലേ കാണിച്ചേ, നിങ്ങൾ ഭയങ്കര ഇന്ത്യയിലെ വലിയൊരു അറിയപ്പെടുന്നൊരു ക്യാമറാമാൻ ആണ്ട ഒരാൾ നടനും എന്ന് പറഞ്ഞ പോലെ അന്ന് എനിക്ക് എന്തുകൊണ്ടോ അങ്ങനൊരു ബുദ്ധി തോന്നിയത് കൊണ്ട് ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറിയില്ല.